കോഴിക്കോട് കോട്ടൂളിയിൽ സ്വകാര്യ വ്യക്തികൾ തണ്ണീർത്തടം മണ്ണിട്ട് മൂടുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുന്നു. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമായതും അത്യന്തം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതുമായ പ്രദേശത്താണ് അനധികൃതമായി മണ്ണിടൽ തുടരുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മണ്ണിട്ട് നികത്താനെത്തിയ JCB റവന്യൂ വകുപ്പ് പിടിച്ചെടുത്തു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കോട്ടൂളി സരോവരത്തെ കണ്ടൽക്കാടുകളും തണ്ണീർത്തടങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ തുടർച്ചയായി നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യന്തം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശത്ത് അനധികൃതമായി തുടരുന്ന മണ്ണിടൽ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതിനെതിരെ ജനകീയ പ്രശ്നം ശക്തമാവുകയാണ്. സ്വകാര്യ സ്കൂളിനോട് ചേർന്നുള്ള തണ്ണീർത്തടത്തിൽ JCB ഉപയോഗിച്ച് മണ്ണിടുന്നത് നാട്ടുകാർ തടഞ്ഞു. വിവരം അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് JCB കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 2023 ഇതുപോലെ വലിയ രീതിയിൽ ഇവിടെ നികത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ജനങ്ങളെല്ലാം ഒന്നിച്ചതിനെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. വലിയ കൺവെൻഷനൊക്കെ വിളിച്ചു ചേർത്ത് മേയറായിരുന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സരോവരം തണ്ണീർത്തട സംരക്ഷണ സമിതി എന്ന സംഘടന രൂപീകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുന്ന മുഖ്യമന്ത്രിക്ക് പിന്നെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിക്ക് അതുപോലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനൊക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തി വരികയാണ്. ഭാവി ചിന്തയില്ലാത്ത പലരുടെയും അത്യാർത്തിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയെന്നും വിഷയം സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനുൾപ്പെടെ പരാതി നൽകുമെന്നും മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. റവന്യൂ വിഭാഗത്തിനാണ് ഇതിൻ്റെ അധികാരമെങ്കിൽ കോർപ്പറേഷൻ ആകെ കൂടെ നോട്ടീസ് കൊടുക്കാനേ ആകെ സാധിക്കുകയുള്ളൂ. വില്ലേജ് ഓഫീസർക്ക് വേണമെങ്കിൽ മണ്ണിടുന്ന് തടയാനായിട്ട് സാധിക്കും. അതുപോലെ അവരെ കൊണ്ട് നിയോഗിക്കും. അദ്ദേഹത്തിനും അവർക്കും എന്താ ചെയ്യാൻ കഴിയൂ? നോട്ടീസ് കൊടുത്ത് ഇത് ഇവിടുന്ന് മാറ്റണം എന്ന് പറയാനേ സാധിക്കൂ. പക്ഷേ നിയമം കുറച്ചുകൂടി വ്യത്യസ്തമാവണം. ഇവിടെ ഒരു ഗ്രീൻ ലോ ഉണ്ടാവണം. ഗ്രീൻ ലോ ഉണ്ട് കേട്ടോ, ഗ്രീൻ നിയമങ്ങളെക്കുറിച്ചുണ്ട്. അത് നടപ്പിൽ വരുത്താൻ മാത്രമുള്ള ആർജവം കേന്ദ്ര ഗവൺമെൻറ്റും അതോടൊപ്പം എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും അത് നടപ്പിലാക്കാനുള്ള ആർജവം കാണിച്ച് അത്തരത്തിലുള്ള നിയമങ്ങൾ വരണം. പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് ഈ പ്രവൃത്തി നടക്കുന്നതെന്നും വിഷയത്തിൽ മുൻപും റവന്യൂ വകുപ്പിനും പോലീസിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും വാഴത്തുരുത്തി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജീജാബായി പറഞ്ഞു. ഇന്ന് 2-3 ദിവസം മുമ്പേ ഞാൻ ഞങ്ങളുടെ കൗൺസിലർ പ്രവീൺ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, സർ എന്തോ ഒരു ഇവിടെ രാത്രി മണ്ണ് വരുന്നു, പകൽ മണ്ണ് വരുന്നു, അവിടെ ഞങ്ങൾ നാട്ടുകാർ തടയുന്നു, അത് തിരിച്ചു പോകുന്നു, പിന്നെ ഞങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇവർ തിരിച്ചു വരുന്നു. ഗ്രീൻ മെട്രോ ഡെവലപ്പേഴ്സ് എന്നാണ് ആ JCBൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ഗ്രീൻ മെട്രോ അവരൊരു ഗ്രീനും ഇല്ല, എല്ലാ ഗ്രീനും നശിപ്പിക്കുന്ന ആൾക്കാരായിട്ട് ആ JCB ആണ് ഇപ്പോൾ അവിടെ 21-ാം തീയതി തൊട്ടിട്ട് കിടക്കുന്നത്. ഇതുവരെ അവരത് കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. അതിനുള്ള കാരണം എന്താ പറയുക, എല്ലാവരുടെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് അതിൻ്റെ മറവിൽ ഇവിടെ മണ്ണിടുക എന്നുള്ള ഉദ്ദേശമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മണ്ണിട്ടു നികത്തൽ തടയാൻ വരുന്നവരെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്നും ഉദ്യോഗസ്ഥ സ്വാധീനം കൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതെന്നും സരോവരം പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് അജയലാൽ പറഞ്ഞു. ഉദ്യോഗസ്ഥ സ്വാധീനമാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് കോൺട്രാക്ട് എങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും ഇങ്ങനത്തെ ഒരു കേസിനൊക്കെ ഇടപെട്ടിട്ട് അപ്പോൾ ഇവരിങ്ങോട്ട് കടക്കരുത് വിചാരിക്കുന്ന ഉദ്ദേശം വെച്ചാൽ ഇവർക്ക് ഉള്ളിൽ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് കണ്ടൽക്കാടുകളുടെ ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാവും. കണ്ടൽക്കാടിന് വെച്ച സ്ഥലത്തിൻ്റെ സൈഡിൽ മുഴുവൻ ഒരു നീല ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് മറിച്ചിക്കുക. മണ്ണിട്ടു നികത്തൽ തുടർന്നാൽ ഇനിയൊരു മഴക്കാലം വന്നാൽ കോഴിക്കോട് നഗരം വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.